Hello friends, welcome to KS Mentor. Degree level exams in തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രീ സീരീസിലെ ഗെയിം ഓഫ് PYQs എന്ന സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗെയിം ഓഫ് PYQല് ജോഗ്രഫി എന്ന സബ്ജക്റ്റില് റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസും കൂടെ നമ്മൾ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസും കൂടാതെ KSന് തയ്യാറെടുക്കുന്ന കുട്ടികളും ഒക്കെ എന്താണ് ഈ സീരീസ് തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്ക് വളരെയധികം റിട്ടേൺസ് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണിത്. സോ നമ്മൾക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് 31/23 ഓക്കെ, കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി ലെവൽ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ ഫാക്ട്സ് മെൻഷൻഡ്. താഴെ 4 ഫാക്ട് കൊടുത്തിട്ടുണ്ട് PSC. ഇപ്പം നമുക്കറിയാം PSC എന്താ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനോട് വളരെയധികം അഫിനിറ്റി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 4 ഫാക്ട് എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു പെനിൻസുലാർ റിവർ സിസ്റ്റം, ഇന്ത്യയിലെ പെനിൻസുലാർ ഭാഗത്ത് ഒഴുകുന്ന ഏതൊരു റിവർ സിസ്റ്റത്തെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് റിവർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ 4 ഫാക്ട് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ സിസ്റ്റം ഓഫ് ഇന്ത്യ. നമ്മൾ മെയിൻലി പെനിൻസുലാർ റിവേഴ്സ് എന്നറിയപ്പെടുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, മഹാനദി, കാവേരി, ഇങ്ങനെയുള്ള നദികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇനിയും റിവേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ മേജറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പെനിൻസുലാർ റിവർ സിസ്റ്റമാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ, ഇറ്റ് റൈസസ്, അതിന്റെ ഒറിജിനേറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എവിടെ? മഹാബലേശ്വർ. ആൻഡ് 1400 കിലോമീറ്റർ ലോങ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ഫാക്റ്റായി. സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, മഹാബലേശ്വർ ഭാഗത്താണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, 1400 കിലോമീറ്റർ നീളമുണ്ട്. ഓക്കെ, ഇപ്പോഴും നമ്മൾക്ക് ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇപ്പോഴും ഇത് ഏത് നദിയാണ്, അല്ലെങ്കിൽ ഷോർട്ടൺ ചെയ്തിട്ട് 2 നദി എന്നുള്ള നിലയ്ക്കൊക്കെ എത്തിയ ആൾക്കാരും ഉണ്ടാവാം. ഇനി മൂന്നാമത്തെ, ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ് ആർ ഭീമ ആൻഡ് തുംഗഭദ്ര. തുംഗഭദ്രയും ഭീമയും, ഇതിൽ കുറേ പേര് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടാകും. ബിക്കോസ് നമ്മൾ എല്ലാ നദികളും പഠിക്കുമ്പോൾ നമ്മൾ ട്രിബ്യൂട്ടറീസ് പഠിക്കുന്നത് ചില ടെക്നിക്സ് വെച്ചിട്ടാണല്ലോ. ഭീമ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മിക്ക ആൾക്കാരും അസോസിയേറ്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും? ഭീമയും കൃഷ്ണയും കസിൻസ് ആണ് അല്ലേ. ഭീമനും കൃഷ്ണനും കസിൻസ് ആണ്, അവർ നല്ല ഫ്രണ്ട്സുമാണ്. സോ അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഉത്തരത്തിലുണ്ടാവും ഭീമ എന്നുള്ള വാക്കുകൊണ്ട്. സോ നമുക്ക് അത് ഇനി അതിലും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നാലാമത്തെ ഇറ്റ് ഫ്ലോസ് ത്രൂ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ ഫൈൻ, ആന്ധ്രാപ്രദേശും തെലങ്കാന, കർണാടക എല്ലാ ഭാഗത്തു കൂടെ ഒഴുകുന്നു. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നത് ഏത് റിവർ സിസ്റ്റമാണ്? കൃഷ്ണ റിവർ സിസ്റ്റമാണ് നമുക്ക് ഉത്തരത്തിൽ കിട്ടുന്നത്. ഇനി കൃഷ്ണ റിവർ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഫാക്ട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് പൂൾ എടുക്കുമ്പോൾ റിവേഴ്സ് ഓഫ് ഇന്ത്യ റിലേറ്റീവ്ലി നിങ്ങൾക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് റിട്ടേൺ തരുന്ന ഒരു ഹൈ ഇമ്പാക്റ്റ് ഏരിയ ആണ്. സോ കൃഷ്ണ റിവറിനെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ കൃഷ്ണ റിവറിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭീമനും കൃഷ്ണനും പോലെ തന്നെ വേറെ ആൾക്കാരുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ നമുക്ക് ബാക്കി ഫാക്ട്സ് കൂടെ ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. സോ ഫസ്റ്റ് ആയിട്ട് കൃഷ്ണയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ആണ്. പെനിൻസുലാർ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ്. ആൻഡ് ഒറിജിൻ എവിടെയാണ്? മഹാബലേശ്വർ ആണ്. എവിടെയാണ് മഹാബലേശ്വർ? മഹാരാഷ്ട്രയിലാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം. മഹാരാഷ്ട്ര എന്നുള്ള സ്റ്റേറ്റിലാണ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് തന്നെ ഏകദേശം 1400 കിലോമീറ്ററോളം ഇത് ഒഴുകുന്നുണ്ട്. ആൻഡ് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഈ 4 സംസ്ഥാനങ്ങളിലൂടെയും ആരൊഴുകുന്നുണ്ട്? നമ്മുടെ കൃഷ്ണ നദി ഒഴുകുന്നുണ്ട്. ആൻഡ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ് ഘട്ടപ്രഭ, മാലപ്രഭ, ഭീമ, തുംഗഭദ്ര. ഭീമയുടെയും കൃഷ്ണയുടെയും കാര്യം നിങ്ങൾക്ക് പറയാലോ, ഇനി ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. അതുപോലെ ബാക്കി ട്രിബ്യൂട്ടറീസും കൂടെയുണ്ട്. ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ റിവർ കൃഷ്ണയെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് മാത്രം പോരാ, വേറെയും കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ആർക്കുണ്ട്? നമ്മുടെ ആസ്പിറൻസിനുണ്ട്. സോ ആദ്യമായിട്ട് ഏതൊരു നദിയും നമ്മൾ പഠിക്കുമ്പോൾ ട്രിബ്യൂട്ടറീസ് നമ്മൾ പഠിക്കും അല്ലേ. സോ നമുക്ക് കൃഷ്ണയുടെ മേജർ ട്രിബ്യൂട്ടറീസ് നോക്കാം. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് തുംഗഭദ്ര, മറ്റത് ഭീമ. ഓക്കെ, ഭീമ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഭീമാശങ്കർ ഹിൽസ് ആണ്, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അതുപോലെ തുംഗഭദ്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് ചിക്മംഗ്ലൂർ, കൂട്ട്ലി എന്നുള്ളൊരു
സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് തുംഗഭദ്രയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. രണ്ടും മേജർ ട്രിബ്യൂട്ടറീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒറിജിൻ സ്ഥലങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രിബ്യൂട്ടറീസ് കൂടെ നോക്കാം. കൊയ്ന. ഓക്കെ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ട്രിബ്യൂട്ടറീസ് ആദ്യം നോട്ട് ചെയ്ത് തരാം. കൊയ്ന, ഘട്പ്രഭ, മാൽപ്രഭ, ഭീമ, തുംഗഭദ്ര, ഓക്കെ, ദെൻ മൂസി, മുന്നേറു. ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ തന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണ റിവർ എന്ന് വെക്കുക, നമ്മുടെ മഹാബലേശ്വരാണെന്ന് വെക്കുക. ഇപ്പോൾ കൊയ്ന എവിടെയാണ്, ഭീം എവിടെയാണ്, ഓക്കെ, നമ്മുടെ ഘട്പ്രഭ, മാലപ്രഭ ഇവിടെയാണ്, മുന്നേറു ഇവിടെയാണ്, തുംഗഭദ്ര ഇവിടെയാണ്. ഇത്തരത്തിലൊരു രീതിയിൽ എന്താ നിങ്ങൾ തന്നെ ഇതൊന്ന് വരച്ചു നോക്കുക. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ എന്താ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇത് ഓർത്ത് വെക്കാൻ. ഇവിടെ ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ഡിൻഡിൽ റിവർ ഒക്കെ വരിക. സോ ദീസ് ആർ വാട്ട് ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ കൃഷ്ണ. ഈ ഭീമയുടെ കാര്യം ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഭീമയും കൃഷ്ണയും എന്താണ്, കസിൻസ് ആണ്, അവർ നല്ല ഫ്രണ്ട്സുമാണ്. സോ ഡെഫിനറ്റ്ലി ഭീമ വരുമ്പോൾ എന്താ നമ്മൾ കൃഷ്ണ റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലോ, ലാർജസ്റ്റ് ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞ പോലെ കണ്ടോ. ഏകദേശം ഡ്രെയിനേജ് ഏരിയ 71,000, ഭീമയ്ക്ക് 70,000 ആണ്. അപ്പോൾ ദീസ് ടു ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കൃഷ്ണ നദിയിലെ പ്രധാന ഡാംസ് ഏതൊക്കെയാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡാംസ് ഉണ്ട്. എല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട, എന്നാലും ഞാനിവിടെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങാനും കേട്ടപ്പോൾ പരിചയമാവുകയാണെങ്കിലും എന്താ എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണല്ലോ. സോ ദോം ഡാം, ദോം ബലക്കവാടി, ദെൻ അൽമാട്ടി ഡാം. അൽമാട്ടി ഡാം മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അൽമാട്ടി ഡാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബാസവസാഗർ ഡാം, നാഗാർജുന സാഗർ ഡാം, ശ്രീശൈല ഡാം. ഓക്കെ, ഈ 4 ഡാം റിലേറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. സോ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, മറക്കാതിരിക്കുക. അതേപോലെ പ്രകാശം ബാരേജ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ഇടയ്ക്ക് ന്യൂസിൽ വരാറുള്ളതാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കൂടെ ഉള്ളതാണ് ഈ ജുറാല ഡാം, നാരായൺപൂർ ഡാം, അല്ലെങ്കിൽ അൽമാട്ടി റിവറിൻ്റെ ഡൗൺ റിവർ ആണ്. പിന്നെ അമർ ഡാം. ഈ ഇത്രയും ഡാമുകളാണ് റിലേറ്റീവ്ലി എന്താ ഡാംസ് ഓഫ് ഇന്ത്യ, ഡാംസ് ഓഫ് റിവർ കൃഷ്ണയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറക്കാതെ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ അൽമാട്ടി ഡാം, പിന്നെ ബാസവസാഗർ ഡാം, നാഗാർജുന സാഗർ ഡാം, ശ്രീശൈലം ഡാം, ഓക്കെ, ആൻഡ് പ്രകാശം ബാരേജ്. ഇത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരു തരത്തിലും എന്താ വിട്ടുപോകാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഓക്കെ, ഏതൊക്കെയാണ് കൃഷ്ണ നദിയുടെ തീരത്തുള്ള അല്ലെങ്കിൽ കൃഷ്ണ നദിയുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൊട്ടക്റ്റഡ് ഏരിയാസ്? ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ഒക്കെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ താഴെ വരും. ആൻഡ് ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ള ഏരിയ. അതിലൊന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ വെള്ള കളറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. UPSC അടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താണ് ഇത് വന്നിട്ടുണ്ട്. നാഗാർജുന ശ്രീശൈലം ടൈഗർ റിസർവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈക്ക് കോർ ടൈഗർ ഏരിയ ഉള്ള ടൈഗർ റിസർവ് കൂടിയാണ് എന്ത് നാഗാർജുന ശ്രീശൈലം ടൈഗർ റിസർവ്. ആൻഡ് ഘട്പ്രഭ ബേർഡ് സാങ്ച്വറി, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് സാങ്ച്വറി, ദെൻ ചന്ദോളി നാഷണൽ പാർക്ക്, കദ്രേമുഖ് നാഷണൽ പാർക്ക്. കദ്രേമുഖ് ഒക്കെ ഓർമ്മയുണ്ടോ? നമ്മുടെ ഗോസ്റ്റ് ടൗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കദ്രേമുഖ് ഒക്കെ. ദെൻ മഹാവീർ ഹരിണ വനസ്ഥലി നാഷണൽ പാർക്ക്. ഓക്കെ, മഹാവീര വനസ്ഥലി നാഷണൽ പാർക്ക് എന്ന് പറയാറുണ്ട്. മൃഗവാണി നാഷണൽ പാർക്ക്, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്, മൃഗവാണി നാഷണൽ പാർക്ക്. പിന്നെ കൂടാതെയാണ് ബാക്കിയുള്ള നാഷണൽ പാർക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ വൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയ ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ലൊക്കേഷൻസ് ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, കൃഷ്ണ നദി ഒഴുകുന്നതിൻ്റെ തീരത്ത് പല ഇമ്പോർട്ടൻറ്റ് സിറ്റീസും ഉണ്ട്. അതിൽ നോട്ടബിൾ ആയിട്ട് 2 ഫേമസ് സിറ്റീസും ഉണ്ട്, വേറെയും സിറ്റീസും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സത്തറയൊക്കെ അതിനൊക്കെ എക്സാമ്പിൾ ആണ്, പക്ഷേ വേറെയും സിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സാംഗ്ലി. ഓക്കെ, സാംഗ്ലി നോക്കുക. ഈ സാംഗ്ലി ഞാൻ കൊടുക്കാൻ കാരണം ഇത് ടർമറിക് സിറ്റി ഓഫ് മഹാരാഷ്ട്രയാണ്. ഇവിടുത്തെ ടർമറിക് ഇസ് വെരി ഫേമസ്. ഓക്കെ, കുർക്കുമിൻ്റെ എമൗണ്ടും ഒക്കെ കൊണ്ട് എന്താണ് ഈ സാംഗ്ലിയിലുള്ള ഈ ടർമറിക് വളരെ ഫേമസ് ആണ്. കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് ന്യൂസിലൊക്കെ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് സിറ്റി ഈസ് വിജയവാഡ. ഓക്കെ, വിജയവാഡ ഇൻ ആന്ധ്രാപ്രദേശ്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. വിജയവാഡ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. സാംഗ്ലി ഈസ് ഓൾസോ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള സിറ്റി കൂടെയാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ്. റിവേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് പവർ പ്രോജക്ട്സ് ഉണ്ടാവും. സോ ഇത് മേജർ ആയിട്ടുള്ള
പവർ പ്രൊജക്ട്സ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചെണ്ണം ഞാൻ നോട്ട് ചെയ്ത് പറയാം. ഒന്ന്, എന്തായാലും നമുക്ക് അലമാട്ടി അറിയണം, ദെൻ ഭദ്ര അറിയണം, ഘട്പ്രഭ. ഇതൊക്കെ നമുക്ക് ട്രിബ്യൂട്ടറീസിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, നാഗാർജുന സാഗർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവിന്റെ കാര്യം പറഞ്ഞു. നാഗാർജുന സാഗർ എന്താണ്, ഡാമിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇത് പ്രിയദർശിനി ജുരാള, നമ്മൾ ജുരാള ഡാമിന്റെ കാര്യം പഠിച്ചിരുന്നു. ദെൻ ശ്രീശൈലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ദെൻ തുംഗഭദ്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ദെൻ വർണ്ണ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും ടെസ്റ്റ് സീരീസുകളിലും അല്ലെങ്കിൽ എന്താ ഈ PSC നടത്തുന്ന പല പല എക്സാംസ് ഉണ്ടല്ലോ. ഇപ്പോൾ LDC പോലെയുള്ള എക്സാംസും ഉണ്ട്, 12th ലെവലുണ്ട്. അപ്പം അതിലൊക്കെ പല സ്ഥലത്ത് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് ചോദിച്ചിട്ടുണ്ട്. ചിലത് പോപ്പുലർ ആയിട്ട് ഇപ്പോൾ അൽമാട്ടി, ഇപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നുള്ള നിലയ്ക്കും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കൃഷ്ണ റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മേജർ പവർ പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ KS മെൻറ്റർ SIയുടെ മോക്ക് ടെസ്റ്റിന് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതുമായിട്ട് വളരെ സിമിലർ ആയിരുന്നു, നമ്മുടെ PYQസുമായിട്ട് വളരെ സിമിലർ ആണ് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം കമൻ്റ് ആയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു കൃഷ്ണ റിവർ സിസ്റ്റം. കൃഷ്ണയെ കുറിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ. കൃഷ്ണ റിവർ ഒറിജിനേറ്റ്സ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അതിൻ്റെ ഒറിജിൻ മഹാബലേശ്വർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്റ്റേറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചവർക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. സോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ആൻസറിലേക്ക് എത്താനുള്ള ഒരു പ്രിവിലേജ് കുറച്ചുണ്ട്. സോ നോക്കുക. ദെൻ അൽമാട്ടി, നാഗാർജുന സാഗർ ആർ ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് ഇൻ റിവർ കൃഷ്ണ. ആണോ? ഞാൻ കുറേ തവണ പറഞ്ഞിരുന്നു അൽമാട്ടി ഡാം, അൽമാട്ടി പവർ പ്രൊജക്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? സോ ഒന്ന് ആലോചിച്ച് നോക്കുക. ദെൻ ഭീമ ഇനി തെറ്റിക്കോ? ഭീമ ആരുടെ ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്? ആരുടെ കസിൻ ആണെന്നാണ് പറഞ്ഞത്? ഘട്പ്രഭ ആർ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ കൃഷ്ണ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും റിവർ കൃഷ്ണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് മേജർ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റിവർ കൃഷ്ണയെക്കുറിച്ച് മനസ്സിലാക്കി. പെനിൻസുലാർ റിവറാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ആൻഡ് മേജർ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ്? നമ്മൾ ഭീമയിൽ നിന്ന് തുടങ്ങി കൊയ്ന ഡാമിൻ്റെ എർത്ത്ക്വേക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡാംസിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ കൊയ്നയൊക്കെ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. കൊയ്ന, ഭീമ, ഘട്പ്രഭ, മാലപ്രഭ, ഇനി അവിടെയാണ് മുന്നേരു, തുംഗഭദ്ര, ഇത്തരത്തിൽ. അതേപോലെ മേജർ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ്? ഭീമയാണ്, തുംഗഭദ്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അത് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കിയത് എന്താ? പ്രധാനമായിട്ടുള്ള ഡാംസ് ഏതൊക്കെയാണ്? അപ്പം നമ്മൾ മറക്കാനാവാത്ത അൽമാട്ടി ഡാം, നാഗാർജുന സാഗർ ഡാം, ബസവസാഗർ ഡാം, പ്രകാശം ബാരേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ എന്താ? പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ കുറിച്ച് പറഞ്ഞു. ടൈഗർ റിസർവ്സ് ഉണ്ടായിരുന്നു. നാഗാർജുന സാഗർ, ശ്രീശൈലം ടൈഗർ റിസർവ്സ് ഉണ്ടായിരുന്നു. ആൻഡ് പല ഖത്രമുഖ് നാഷണൽ പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്സ് പറഞ്ഞു. ലാർജസ്റ്റ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് പറഞ്ഞു അല്ലേ? സാംഗ്ലിയുടെ കാര്യം പറഞ്ഞു, പിന്നെ വിജയവാഡയുടെ കാര്യം പറഞ്ഞു. സോ ഇത്രയൊക്കെയാണ് സത്യം പറഞ്ഞാൽ കൃഷ്ണ റിവറിനെ കുറിച്ച് നമ്മൾ മേജറായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷ്ണ റിവറിൻ്റെ 3 റേഞ്ചസൊക്കെ നോർത്തിൽ ആരെ കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നോർത്തിൽ ആര് സറൗണ്ട് ചെയ്തിരിക്കുന്നു, ഈസ്റ്റിലും വെസ്റ്റിലും എങ്ങനെയാണെന്നുള്ളതും കൂടെ, ഈസ്റ്റേൺ ഗാട്സ്, വെസ്റ്റേൺ ഗാട്സ്, നോർത്തിൽ ഏത് റേഞ്ച് ആണെന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളത് പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. സോ PYQs അത് തന്നെ നോക്കി ഇതേപോലുള്ള ഫാക്ട്സ് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ എന്താ കുറേയൊക്കെ നിങ്ങളുടെ ഭാഗങ്ങൾ കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഗെയിം ഓഫ് PYQസിൽ റിവേഴ്സ് ഓഫ് ഇന്ത്യയിൽ കൃഷ്ണ റിവർ സിസ്റ്റത്തിനെ കുറിച്ച്. സോ ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജനുവരി 17-ാം തീയതിയാണ് നമ്മുടെ പുതിയ ഡിഗ്രി ലെവൽ ബാച്ചസ് തുടങ്ങുന്നത്. ആൻഡ് ആസ് യു നോ, KS മെൻറ്ററിൽ എന്താണ് നമ്മുടെ റിസൾട്ട്സ് ആണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ റിസൾട്ട്സ് ആണ്. KSലും അത്യുന്നത വിജയം, അതേപോലെ പല ഡിഗ്രി ലെവൽ എക്സാംസിനും വളരെ തിളക്കമാർന്ന വിജയം തന്നെയാണ് KS മെൻറ്ററിനുള്ളത്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്ത 5-ൽ 1 വിദ്യാർത്ഥിക്ക് എന്താ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടി എന്നുള്ളത് ഞങ്ങളുടെ ചരിത്രമാണ്. സോ ആ ഒരു സ്വപ്നത്തിലേക്ക്, ആ ഒരു 5-ൽ 1 ആൾ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മുടെ കൂടെ പഠിക്കുക, നമ്മൾ ഒരുമിച്ച് ഈ സ്വപ്നം ക്രാക്ക് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് സീരീസ്.